കാലത്തെ തന്നെ നേരം വെളുക്കണല്ലോ ഈശ്വര. ലോകം അവസാനിക്കാറായോ? എൻ്റെ പൊന്നെ ഇപ്പോൾ കേരളത്തിലുള്ളൊരവസ്ഥയാണ് കേട്ടോ. ഒരു ദിവസം തണുപ്പാണെങ്കിൽ ഒരു ദിവസം ഭയങ്കര ചൂടായിരിക്കും. ഭയങ്കര തണുപ്പാട്ടോ. നമ്മൾ ഊട്ടിക്കൊന്നും പോകണ്ട, കേരളത്തിൽ ഇവിടെ തന്നെ നിന്നാൽ നമുക്ക് ഊട്ടിയത്തെ പോലത്തെ അത്ര തണുപ്പാട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ തള്ളിയും മക്കളും കടന്നൊരു ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കുകയാണ്. അപ്പോൾ ഇത് നല്ല അലങ്കോലപ്പെട്ട് രാവിലെ നീക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും കേട്ടോ. പട്ടി പറ്റ പോലെ ആകെ ഇങ്ങോട്ട് വലിച്ച് വാരിയിട്ടിട്ടുണ്ടാവും. രാവിലെ അതൊക്കെ ക്ലീനാക്കുക. ആദ്യം ഞാൻ അതാ ചെയ്യുക. അപ്പോൾ അത് ബെഡ്ഷീറ്റൊക്കെ മാറ്റിയില്ല. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഈ പെണ്ണിന് ഈ ബെഡ്ഷീറ്റ് തന്നെ ഉള്ളൂ, ഈ ബെഡ്ഷീറ്റ് വിരിച്ചല്ലാതെ നിവർത്തിയില്ല കേട്ടോ. എൻ്റെ 4ാമത്തെ കുട്ടി ഉണ്ടല്ലോ, അത് കരിമ്പാക്കണ സൈസാണ്. അപ്പോൾ അത് ഞാൻ ഒന്ന് മുറ്റത്തേക്ക് വന്ന് നോക്കിയതാ, ഭയങ്കര തണുപ്പ് കേട്ടോ. അപ്പോൾ എന്നെ കണ്ട എല്ലാവരും ചിരിക്കണ്ട കേട്ടോ. നമ്മുടെ ഊട്ടിയിൽ തേയില നുള്ളാൻ പോണ പെണ്ണുങ്ങളെ പോലെ ഉണ്ടല്ലേ. അപ്പോൾ അതേ തോട്ടത്തേക്ക് തേയില നുള്ളാനൊന്നും വന്നതല്ല, നമ്മൾ ഈ കൃഷിയൊന്നും നോക്കട്ടെ വിചാരിച്ച്. ഭയങ്കര തണുപ്പാണ്, അപ്പോഴും കോറി പിടിച്ചാണ് വരുന്നത്. നനഞ്ഞ കോഴിക്കളെ മാറി നടക്കുകയാണ് കേട്ടോ. ഭയങ്കര തണുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. നമ്മുടെ വീട് കുറച്ച് ഹൈറ്റിലായതുകൊണ്ട് ഒന്നുകൂടെ തണുപ്പ് കൂടും കേട്ടോ. ഭയങ്കര തണുപ്പുണ്ട്. ഇന്നലെ ഇത്ര കുറവായിരുന്നു, ഇന്ന് നല്ല തണുപ്പാട്ടോ. അപ്പോൾ കോറി പിടിച്ച് വീണ്ടും അകത്തേക്ക് പോവാം. പിന്നെ നനഞ്ഞ് നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് ഒന്നില്ലെങ്കിൽ ഞാൻ, ഒന്നില്ലെങ്കിൽ ഇവർ, അത് വിചാരിച്ചൊരു മരുന്ന് പ്രയോഗിക്കട്ടെ. ഒറ്റ പണിയാണ് ഇവിടെ ചെയ്യണേ. അപ്പോൾ അതേ താഴെ കൊണ്ട് ചാമേന നോക്കണ്ട കേട്ടോ, അടി തട്ടി ആനയും വീഴുമല്ലോ. അപ്പോൾ അതേ ഞാൻ വീണ്ടും അടിച്ചു കൊടുക്കരുത്. എന്താണെന്നറിയോ, ഈ മരുന്ന് നമ്മുടെ കൂറച്ചോക്കല്ലേ, അതൊരു ലിറ്റർ വെള്ളത്തിൽ നമ്മളൊരു കഷ്ണം എടുത്തിട്ട് അടിച്ച് നോക്കുകയാണ്. ഒന്നില്ലെങ്കിൽ ഞാൻ, ഒന്നില്ലെങ്കിൽ ഇവർ. ഇത് എത്ര നമ്മൾ ഏത് മരുന്നടിച്ചിട്ട് ഇവർ പോകണില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് പ്രയോഗിച്ച് നോക്കിയതാണ്. സക്സസ് ആയ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം കേട്ടോ.